നമ്മൾ ഹൈഡ്രോളിക്സിൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ടേംസ് എല്ലാം പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ, ബാക്കി എല്ലാം മനസ്സിലാവാൻ വേണ്ടിയിട്ടേ. സ്പെസിഫിക് ഗ്രാവിറ്റി, ദെൻ അഡ്ഹീഷൻ, കൊഹീഷൻ, സർഫസ് ടെൻഷൻ, കാപ്പിലാരിറ്റി, കംപ്രസിബിലിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി, വേപ്പർ പ്രഷർ, ഇതെല്ലാം എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാസ് ബൈ വോള്യൂം ആണ്. ദെൻ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ബൈ വോള്യൂം ആണ്. ദെൻ സ്പെസിഫിക് വോള്യൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോള്യൂം ഓഫ് ദി ഫ്ലൂയിഡ് ബൈ മാസ് ഓഫ് ഫ്ലൂയിഡ് ആണ്. അതായത് ഒരു യൂണിറ്റ് മാസ്സിൽ എത്ര വോള്യൂം ഉണ്ടെന്നുള്ളതാണ് സ്പെസിഫിക് വോള്യൂം എന്ന് പറയുന്നത്. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ്. ഏതെങ്കിലും ഒരു ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കാണണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദാറ്റ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. അത് ലിക്വിഡിൻ്റെ കേസിലാണെങ്കിൽ വാട്ടർ, ദെൻ ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ എയർ ആണ് നമ്മൾ എടുക്കുന്നത്. സാധാരണ വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ എടുക്കുന്നത്? 1000 kg/m³ ആണ് എടുക്കുന്നത്. ദെൻ വിസ്കോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, അതായത് അതിൻ്റെ ഫ്ലൂയിഡ് ഡീഫോം ചെയ്യുന്നതിനുള്ള റെസിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. മ്യൂ എന്നാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ദെൻ ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി കുറയും. അതുപോലെ ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ന്യൂട്ടൺസ് തിയറി ഓഫ് വിസ്കോസിറ്റി നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് ന്യൂട്ടൺസ് തിയറി ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് എന്ന് പറയുന്നത് അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്, ഒരു ഫ്ലൂയിഡിന് നമ്മൾ ഷിയർ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ ഫോഴ്സ് എന്ന് പറയുന്നത്, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ആൻഡ് ഡിഫറൻസ് ഇൻ വെലോസിറ്റി ബിറ്റ്വീൻ ദ 2 ലെയേഴ്സ്. അതായത് 2 ലെയേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ 2 ലെയേഴ്സ്, അതായത് U+du എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലെയറിൻ്റെ വെലോസിറ്റി, U എന്ന് പറയുന്നതാണ് സെക്കൻഡ് ലെയറിൻ്റെ വെലോസിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് du ആയിരിക്കും. സോ F is equal to mu into du/dy കിട്ടി. മ്യൂ എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. അവിടെ ഷിയർ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ടോ, അതായത് ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy എന്ന് കിട്ടും. മ്യൂവിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ദെൻ മ്യൂ ഇസ് ഈക്വൽ ടു ടോ ഡിവൈഡ് ബൈ du/dy ആണ്. മ്യൂവിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. അത് പാസ്കൽ സെക്കൻഡ് എന്നും പറയാറുണ്ട് അതിനെ. CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പോയ്സ് ആണ്. 1 പോയ്സ് എന്ന് പറയുന്നത് 1/10 ന്യൂട്ടൺ സെക്കൻഡ് പെർ m² ആണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ക്ലാസ്സിലെടുത്ത കാര്യങ്ങളാണ്. സോ നമുക്കിതിൽ വേറെ കൺഫ്യൂഷൻ്റെ കാര്യമില്ല, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നു മാത്രം. ഓക്കെ, ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു മാത്രം. ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്താണ് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ, അതായത് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഡൈനാമിക് വിസ്കോസിറ്റി ആൻഡ് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി, അത് മ്യൂ ബൈ റോ ആണ്. ഇനി കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബിലിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു ചേഞ്ച് ഇറ്റ്സ് വോളിയം അണ്ടർ പ്രഷർ. വാട്ടറിൻ്റെ വേരിയേഷൻ വളരെ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ വോളിയത്തിലുള്ള വേരിയേഷൻ വളരെ കുറവായതുകൊണ്ട് നമ്മൾ വാട്ടറിനെ ഇൻകംപ്രസിബിൾ എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നൊരു ടേം എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതാണ്. H is equal to 1 by കംപ്രസിബിലിറ്റി ആണ്. അതായത് കംപ്രസീവ് സ്ട്രെസ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ വോള്യൂം ബൈ ഒറിജിനൽ വോള്യൂം ആണ്. ദെൻ SI യൂണിറ്റ് ന്യൂട്ടൺ പെർ m² ആണ്. പിന്നെ കൊഹീഷനും അഡ്ഹീഷനും. കൊഹീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം കൈൻഡ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനെയാണ് കൊഹീഷൻ എന്ന് പറയുന്നത്. അഡ്ഹീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിക്വിഡല്ല മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ്. ദെൻ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളെപ്പോഴും ഒരു ഡ്രോപ്ലെറ്റിനെ പറ്റി ആലോചിക്കുക, ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിനെ പറ്റി ആലോചിക്കുക, ഒരു വെള്ളത്തുള്ളി അല്ലേ? വെള്ളത്തിൻ്റെ ആ ഒരു തുള്ളിയിൽ ഉള്ളിലുള്ള എല്ലാ മോളിക്യൂൾസിനെല്ലാം അട്രാക്ട് ചെയ്ത് റിപ്പൽ ചെയ്തൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകിയിരിക്കുകയാണ് ഉള്ളിലോട്ട് അല്ലേ? അങ്ങനെ വലിഞ്ഞു മുറുകിയിരിക്കുന്നതുകൊണ്ടാണ് അതിന് ആ സ്പെറിക്കലായിട്ടുള്ള ഷേപ്പ് പോലെ വരുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെ സർഫസിലൊരു ടെൻസൈൽ ഫോഴ്സാണ് അപ്ലൈ ചെയ്യപ്പെടുന്നത്, അനുഭവപ്പെടുന്നത്. ലൈക്ക് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് കണ്ടോ? ഇതിനകത്ത് സർഫസിൽ ഒരു ടെൻസൈൽ ഫോഴ്സാണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് നമ്മളുടെ ഇപ്പോൾ ഒരു കണ്ടെയ്നറിൽ കുറച്ച് വാട്ടർ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു കാപ്പിലറി ട്യൂബ് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാപ്പിലറി ട്യൂബിനകത്ത് കുറച്ച് വെള്ളം കയറി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടെയ്നറിൻ്റെ ലെവലിനേക്കാളും കൂടുതലായിട്ട് കൂടുതൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിനെയാണ് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. ഇനി കാപ്പിലറി
ഫോളും ഉണ്ടാവാം. അതായത് ഇപ്പോൾ വാട്ടറിന് പകരം നമ്മൾ മെർക്കുറിയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മെർക്കുറിയുടെ ലെവൽ കാപ്പിലറി ട്യൂബിൽ കുറച്ച് താഴ്ന്നായിരിക്കും നിൽക്കുന്നത് കാണാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കൊഹിഷൻ ഈസ് ഗ്രേറ്റർ ദാൻ അഡ്ഹീഷൻ എന്ന് പറയുന്ന ആ ഒരു കേസ് കൊണ്ടാണ്. എന്താണ് കൊഹിഷൻ എന്ന് പറയുന്നത്? അവിടെ നമ്മളുടെ മെർക്കുറിയുടെ കൊഹിഷൻ വളരെ കൂടുതലാണ്. നമ്മളുടെ ഗ്ലാസ് ട്യൂബായിട്ടുള്ള അഡീഷനേക്കാളും കൂടുതലാണ് അവിടെ മെർക്കുറിയുടെ കൊഹിഷൻ എന്ന് പറയുന്നത്. മെർക്കുറി മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലായതുകൊണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫിഗേഴ്സ് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ദെൻ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കാപ്പിലറി ഫോളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് H=4 സിഗ്മ കോസ് തീറ്റ ഡിവൈഡ് ബൈ റോ GD എന്ന് പറയുന്നതാണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഇതും വെച്ചിട്ടുള്ള പ്രോബ്ലംസും ആണ് നമുക്ക് ചെയ്യാനുള്ളത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. I was just trying to revise them all. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോനകത്ത് കാണിക്കാം.